Hello friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അറബിക് ഡെസേർട്ടായ കത്തായഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് റവ എടുക്കുന്നുണ്ട്. റവ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നിങ്ങളുടെ കയ്യിൽ നല്ല ഫൈനായിട്ടുള്ള റവയാണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിലേക്കൊരു 1.5 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ, 1 ടീസ്പൂണ് ഈസ്റ്റ്, പിന്നെ ഒരു നുള്ളു ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 2 മുതൽ 2.25 കപ്പ് വരെ ഇളം ചൂടുള്ള വെള്ളം അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു 30 മിനിറ്റ് ഇവിടെ ഒന്ന് മൂടി വെക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് കത്തായഫിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ ഒന്ന് മാറ്റി വെക്കാം. നമുക്കിതിന് ഫില്ലിങ്ങിനായിട്ട് ഒരു കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 കപ്പ് മിൽക്ക് കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്റ്റൗ ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ ഓൺ ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. കസ്റ്റർഡ് ആയതുകൊണ്ട് തന്നെ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ കസ്റ്റർഡ് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാൻ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ബാറ്റർ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലൊരു മെഷറിംഗ് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1/4 കപ്പാണ് കേട്ടോ. ഇത് ഉപയോഗിച്ച് നമുക്ക് പാനിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഓരോ പാൻ കേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 30 സെക്കൻഡ് അങ്ങനെ തന്നെ അനക്കാതെ വെക്കുമ്പോൾ അതിലേക്ക് കുറേ ഹോൾസ് ഇതുപോലെ വരും. അതിനുശേഷം നമുക്ക് പാൻ കേക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ പാൻ കേക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളതൊരു ടവൽ കൊണ്ട് മൂടി വെക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. നമുക്കിത് ഇനി ഷേപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ ഷേപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ആക്കിയതിന് ശേഷം ഇതുപോലൊന്ന് ഒരു ടവൽ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിതിൽ ഒരു 4 തരത്തിലുള്ള ഫില്ലിങ്ങാണ് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിത് കുറച്ച് കസ്റ്റേർഡ് കൊണ്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ കേക്ക് എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് കസ്റ്റേർഡ് വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാത്ത കത്തായഫാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടും ഉണ്ടാക്കുന്നുണ്ട്, ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പം ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ടുള്ളൊരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനായിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനുള്ളിലേക്ക് വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രൈ ചെയ്യാതെ റെഡിയാക്കി എടുക്കുന്ന കത്തായഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓയിലൊന്നും അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഇനി അടുത്തത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള കത്തായഫ് എങ്ങനെയാണ് റെഡിയാക്കുക എന്ന് നോക്കാം. ശരിക്കും എനിക്ക് ഇഷ്ടമായത് ഫ്രൈ ചെയ്തിട്ടുള്ള കത്തായഫാണ്. അതാണ് കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ്.
ഫ്രൈ ചെയ്തെടുക്കുന്ന കത്തായഫിലേക്ക് ആദ്യം തന്നെ കുറച്ച് ചീസ് ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഓരോ പാൻ കേക്ക് എടുത്ത് അതിനുള്ളിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ചീസ് കൊണ്ടുള്ള ഫില്ലിങ് വെച്ചിട്ടുള്ള കത്തായഫാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ചൂടോട് കൂടി തന്നെ കഴിക്കണം. അത് തണുത്തു പോയ ചീസൊക്കെ അവിടെ കട്ടിയായി പോവും. അപ്പം ചീസ് വെച്ചിട്ടുള്ള കത്തായഫാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ചൂടോട് കൂടി കഴിക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചൊരു കുനാഫയുടെ ഒക്കെ ആ ടേസ്റ്റിൽ വരുന്ന കത്തായഫ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് കസ്റ്റേർഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് നട്ട്സ് കൊണ്ടുള്ള ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാൻ കേക്കിനുള്ളിൽ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കത്തായഫൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കത്തായഫ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കത്തായഫിൻ്റെ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ കത്തായഫൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ടെടുക്കാം. കത്തായഫ് ഇപ്പം ചെറിയ ചൂടോട് കൂടിയാണ് സിറപ്പിലേക്ക് ഇടുന്നത്. സിറപ്പിലിട്ട് 1 മിനിറ്റ് വരെ നമുക്കതവിടെ സിറപ്പിലിട്ട് വെക്കണം. അതിനുശേഷം സിറപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ ഓരോ കത്തായഫും അങ്ങനെ സിറപ്പിലേക്ക് ഇട്ടെടുക്കാം. കത്തായഫ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് സിറപ്പിലേക്ക് ഇട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പം എണ്ണയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക്, എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കാം. അപ്പം നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ കത്തായഫ് ഉള്ളത്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് പിസ്ത പൗഡർ ഇട്ട് കൊടുക്കാം. പിസ്ത ഒന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്യാതെ റെഡിയാക്കിയിട്ടുള്ള കത്തായഫിലേക്കും കുറച്ച് പിസ്ത പൗഡറും അതുപോലെ തന്നെ ഷുഗർ സിറപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഡെസേർട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.